പ്രൈസലോട്. എൻ്റെ സ്ഥലം പൊഴിയൂർ. എൻ്റെ പേര് ദാസമ്മ. ഒന്നിട്ടും കൊള്ളാതെ എന്ന പാവിയാതെ എന്നെ എൻ്റെ സഭയിൽ ഒരു സാക്ഷിയാതെ തൂക്കി നിർത്തിയ സ്വർഗത്തിലെ എൻ്റെ ദൈവത്തിന് 1000 നന്ദി പറയുന്നു. ഞാൻ ജലദോഷം കൊണ്ട് ഒരു 5-6 ദിവസം വരെ വളരെ കഷ്ടപ്പെട്ട് ഭയങ്കര കവക്കെട്ടി ചെമിച്ച് രാത്രി ഒരു നേരം എനിക്ക് ഉറക്കമില്ലാതായിപ്പോയി. ഞങ്ങളുടെ ആള് പറഞ്ഞ് ഇവിടെ ആശുപത്രി അടുത്തല്ലായിരുന്നു, അവിടെ പോയി കാണിക്കാം. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഞാൻ എന്ത് ചെയ്ത് പോയപ്പോൾ അവർ പാത്തിട്ട് പറയുന്നത്, നിങ്ങൾ എത്ര ദിവസമായി വെച്ചിട്ടേ ഇരുന്നെന്ന് കേട്ടത്. അതോടെ അവർ 5-6 ദിവസത്തെ ഗുളികയും തന്നൊരു സിറപ്പും തന്നു. അതേ തിന്നിട്ട് ഞാൻ ഇരുന്നപ്പോൾ അല്പം കൊള്ളാം. ഇന്നലെ ബ്രദർ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തന്നപ്പോൾ ഈ രാത്രിയാകുമ്പോൾ എനിക്കൊന്നും അതിലില്ല. എല്ലാം പോയി, കവവും പോയി, എല്ലാം പോയി. അത് മറ്റുമല്ലാതെ എൻ്റെ ജീവിത പങ്കാളി കടലിൽ പണിക്ക് പോയപ്പോൾ ഒരു ദിവസം പോയി 400 രൂപ കിട്ടി വന്ന്. 2-ാം ദിവസം പോയി അവർ എണ്ണക്കായെല്ലാം നഷ്ടമാണ്. പിന്നെ പോയില്ല. പിന്നെ വെള്ളിയാഴ്ച പോണ പണിക്കാർ പറഞ്ഞ് നമുക്ക് വെള്ളിയാഴ്ച 10:30 മണിക്ക് പണിക്ക് വീണ്ടും പോവാം, മീൻ ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ 10:30 മണിയായപ്പോൾ ചോറും കൊണ്ട് പോയപ്പോൾ 10:30 മണിക്ക് പോയ ആള് 11 മണി 12 മണിക്ക് വീട്ടിൽ വരും. 7:00 ആള് വീട്ടിൽ കാണാനില്ല. ഒരു കോട് വിളി ഒന്നുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് പേടിച്ചു പോയി. എന്താണെന്ന് വെച്ചാൽ 2 ദിവസത്തെ മഴ ഉണ്ടായിരുന്നു, കാത്ത് വീഴും, മിഷ്യൻ റിപ്പയറായി പോകും, അതിൽ വല്ല തകരാറ് വലിയ കാണുമെന്ന് എനിക്ക് വീട്ടിൽ സമാധാനം വരുന്നില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച്, കർത്താവേ, ജീവിത പങ്കാളിയെ കൂടെ പോകുന്ന സഹോദരങ്ങളെ ഏതൊരാപത്തോടെ ഇല്ലാതെ അവരുടെ വീട്ടിൽ തന്നെ കൊണ്ടുചേക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച് സഭയിൽ വന്ന് ഞാൻ ഒരു സാക്ഷ്യം ഞായറ്റുകിഴമ പറയാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പോയി ഇരുന്നപ്പോൾ എനിക്ക് എല്ലാവരും പറഞ്ഞു, ആണുങ്ങളല്ലേ പോയിട്ട് എപ്പോഴെങ്കിലും അവർ വന്ന് ചേരുമെന്ന് അവർ ഓരോരോ ഭവനങ്ങളിലൊക്കെ പോയി അഭിപ്രായം പറയൊക്കെ പോയിരിക്കും. ഞാൻ അങ്ങനെ ഇല്ല. ഇവര് വണ്ടിയിൽ അവിടെ വന്ന് ഇറങ്ങുമെന്ന് ഞാൻ റോഡിൽ നിൽക്കുന്നു, ചുമ്മാ അവർ കുടയും കൊണ്ട് നിന്നിട്ട് കർമ്മകാരനെ പോലെ നിൽക്കുന്നു. ഒരു കല്ലിരുന്ന് അവിടെ ഇരുന്ന് ആൾക്കാരിൽ എന്തെന്ന് നിങ്ങൾ ഇവിടെ ഇരുന്ന്. ഞാൻ എൻ്റെ ജീവിത പങ്കാളി പണിച്ചു പോയി, ഇതുവരെ വന്നിട്ടില്ല വീട്ടിൽ. അപ്പൊ അവർ വണ്ടിയിലേ വരും. ഇവിടെ ഇറക്കി 2 പേരും ഒരുമിച്ച് വീട്ടിൽ പോകാമെന്നാണ് ഞാൻ ഇങ്ങനെ. അയ്യോ, എന്ത് ആരങ്ങനെ ഇருக்கு? അയ്യോ, നിങ്ങൾ ഇവിടെ എന്തിനു കാത്തിരുന്നു? നിങ്ങൾ വീട്ടിൽ പോയെന്ന് അവർ എന്നെ വളർന്നു പറഞ്ഞു. ഏകനി വീട്ടിൽ പോവാതെ എന്ത് വെച്ചാൽ അവിടെ കൂടെ പഠിച്ചു പോണ അയാളെ വീട് എത്രയോ കൊലപ്പെട്ടിരുന്നു. ആ നേരം അവിടെ പോയി കേട്ടപ്പോൾ പയ്യൻ പറയാനായിട്ട് അമ്മ ഒരു വീട്ടിൽ പോയി. അമ്മ ഒരു വീട്ടിൽ പോയെന്ന് ചേട്ടൻ നടക്കുന്നില്ല. അപ്പൊ അവൻ പറയുന്ന അച്ഛൻ ഫോൺ വിളിച്ചപ്പോ വരുമെന്ന്. അതോടെ തിരിച്ച രാത്രി എൻ്റെ വീട്ടിൽ വന്നപ്പോ ഞങ്ങളുടെ ആള് വന്നു. എനിക്ക് ഫോൺ വിളിച്ചപ്പോ ഞാൻ ഇല്ല, എടുക്കാം. അങ്ങനെ ദൈവം സ്വപത്രമായി ചിന്തനെക്കുള്ള മീനും പൈസയോടെ ദൈവം എൻ്റെ ജീവിത പങ്കാളി എൻ്റെ അരികിൽ സുഖത്തോട് കൊണ്ടുചേർത്ത് 1000 നന്ദി പറഞ്ഞാലും മതി വരൂല്ല. എനിക്ക് അത്തുകൂട്ടുന്ന ദൈവം ഒരു ജീവിത പങ്കാളി അവസാനം വരെ എനിക്ക് തന്നു. ആ ജീവിത പങ്കാളിയെ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു പോണാലോ എന്ത് പോണാലോ നമ്മളവരെ ഉപേക്ഷിക്കാൻ പാടില്ല. അവർക്ക് വേണ്ടി എണ്ണ വെച്ച് പ്രാർത്ഥനയോടെ ഇരിക്കണം. ഇതാണ് നമ്മളെ വലുത്. മദ്യപാനി ആരായിരിക്കട്ടെ, നമുക്കത് കിട്ടിയ ദൈവം യോജിപ്പിച്ച് മനസ്സെ വേർപ്പെടുത്താൻ പാടില്ല. അതുകൂടാതെ എൻ്റെ കാല് ഭയങ്കര വേദന കൊണ്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഞാൻ ഭയങ്കര പോയി ഡാക്ടർ പറഞ്ഞ് എങ്ങനെയൊക്കെ ഓപ്പറേഷൻ വേണമെന്ന്. ഞാൻ കൊടുക്കുന്നില്ല. ബ്രദറും വേറെ ഒരു ബ്രദർ 2 പേരും ഇന്നലെ വന്ന് പ്രാർത്ഥിച്ച് തന്നാപ്പലെ നടക്കാൻ പറഞ്ഞു. അന്റെ നേരത്തിൽ ഞാൻ നടക്കാത്ത ഞാൻ നടന്നോടി കാണിച്ചു കൊടുത്തു. അപ്പൊ ഇത്രയോ വലിയ അത്ഭുതം ദൈവം എനിക്ക് ചെയ്ത് കാണിച്ചു തന്നു. അതുകൂടാതെ എൻ്റെ ആഹാരത്തിന് വേണ്ടി ഒരു സഹോദരി എനിക്ക് വന്ന. അപ്പൊ നമ്മളെ വീട്ടിലുള്ള ബുദ്ധിമുട്ടും ആവശ്യങ്ങൾ അറിയുന്നയാൾ നമ്മളെ സ്വർഗത്തിന്റെ ദൈവമാണ്. നമ്മളെ അടുത്തോടടുത്ത് കൈനീട്ടി പോവാൻ വെച്ചുമില്ല. ഇത്രയും വർഷകാലം വരെ ഇരുന്ന് ഞാൻ ഒരു വീട്ടിൽ പോയി എനിക്ക് 100 രൂപ ആവശ്യമുണ്ട്, തരിയെന്ന് ഞാൻ കേട്ടിട്ടില്ല. അവരെന്റെ വീട്ടിൽ വന്ന് ഞാൻ അവർക്ക് കൊടുക്കും, ഇല്ലാൻ വേണ്ടി കൊടുക്കും. അപ്പൊ എനിക്ക് വീട്ടിൽ അരി കുറഞ്ഞു വന്നു. ഒരു സഹോദരി 5 കിലോ പച്ചരി 5 കിലോ വെള്ളരിയും കൊണ്ട് തന്നു. അയ്യോ, ഞാൻ കേട്ടില്ലല്ല. ഇല്ല, ഞങ്ങൾക്ക് ദൈവം ഉണർത്തി നിങ്ങൾക്ക് തരാനുണ്ട്, അത് നിങ്ങൾ തിരിച്ചു തരണ്ട. അതാ കൊണ്ടച്ച്. ഇനി നമ്മളെ 2 ഇടവേലി കോൺഗ്രസ് പാർട്ടി ജയിച്ചപ്പോ മന്ത്രി കുറച്ച് പൈസ കൊടുത്തു 2 ഇട വെച്ച്. അപ്പൊ ഞങ്ങൾ ഇടവേലി കിറ്റ് കൊടുത്തു പാവങ്ങൾക്ക് യൂണിറ്റ് വഴിയായി. അപ്പൊ ഞങ്ങളെ യൂണിറ്റിൽ അപ്പൊ 4 പേർക്ക് ഞങ്ങളെ യൂണിറ്റിൽ തീരുമാനിച്ചു, കൂട്ടം കൂടി. എന്നെ വിളിച്ച് ഞാൻ പോയി. അപ്പൊ യൂണിറ്റിൽ എത്ര അംഗങ്ങളുണ്ട്? 4 പേരെ തീരുമാനിച്ചു. ഒരാളെ
ഒരു സെക്രട്ടറി പറഞ്ഞു ദാസമ്മ ആന്റിക്ക് ഒരു കിറ്റ് കൊടുക്കി, വേറെ എല്ലാവർക്കും 3-4 കിറ്റ് തന്നു. അപ്പൊ ആ കിറ്റ് എനിക്ക് ദൈവം തരാൻ വച്ചു. ഞാൻ കേട്ടില്ല, അവർ തന്നു. അപ്പൊ വീട്ടിൽ എന്ത് ആഹാരത്തിന് കുറവില്ല. ഇന്നലെ ഒരു ചെറുക്കൻ ഒരു ചൂറ വീട്ടിൽ കൊണ്ടുവന്നു. ആന്റി നിങ്ങൾ കൂട്ടുവയ്ക്കും. അപ്പൊ എത്രയോ അത്ഭുതം എനിക്ക് ചെയ്യുന്നു. അപ്പൊ ഞാൻ കർത്താവോട് നിന്ന് ആശ്രയിച്ച് ഇവിടെ പോയി ദൈവം എനിക്ക് ഇന്ന നന്മകളെല്ലാം എനിക്ക് വലിയ കൊണ്ട് തന്നു. അപ്പൊ ഇന്ന നന്മ ദൈവം നിങ്ങൾക്കും തരും. നിങ്ങൾ വിശ്വാസത്തോടെ എല്ലാ തരും ഭാവിച്ച് ചെയ്ത ഇന്ന നന്മകൾക്ക് വേണ്ടി ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ എളിയ സാക്ഷിയെ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.